ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാണ് മിസ്സിന് വിശ്വാസം. മിസ് പറഞ്ഞ പോലെ തന്നെ എക്സാം ഹാളിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയലുണ്ട്. വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പോയിന്റ്സ് എഴുതാൻ പഠിക്കുക, പെൻസിൽ സ്കെയിലൊക്കെ കൊണ്ടുപോകുക, നല്ല വൃത്തിയായിട്ട് ആൻസർ ഷീറ്റ് സൂക്ഷിക്കുക എന്നൊക്കെ മിസ് പറയുക. റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പാർട്ട് 9 ആണ്. റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഓക്കെ, മിസ്സിന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു തരാം. റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ റീറ്റെയിലിംഗ് ഈസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് വി വിൽ understand in implication here. Retailing remains a capital and intensive industry as it involves a lot of investment in terms of merchandise, real estate, infrastructure building, in investment in human resources. All this needs to be managed and optimized for better optional efficiency, healthy ROI, and therefore it becomes important to understand various dimensions of finance. Okay, അപ്പോൾ എന്താ പറയുന്നത്? റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മുടെ സൊസൈറ്റിയിൽ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ റോൾ, പങ്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് റിലേറ്റഡ് ആയ ഫാക്ടേഴ്സ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് റോൾ ഓഫ് മാനേജ്മെന്റ്. റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് റീറ്റെയിലിംഗ് ഇസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ഇംപ്ലിക്കേഷൻ ഹിയർ. അതൊരു ഈ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റീറ്റെയിലിംഗ്, ഓക്കെ, ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ റീറ്റെയിലേക്ക് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കൊണ്ടുവരുമ്പോൾ, നമ്മൾ പറയുന്ന സെക്ഷൻ റീറ്റെയിലിംഗ് ആണ്. അതിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കൊണ്ടുവരുമ്പോൾ അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് മാറുകയാണ്. അതായത് നമുക്ക് അനലൈസ് ചെയ്യാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, വെരി ക്രിട്ടിക്കൽ ആൻഡ് വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ഇംപ്ലിക്കേഷൻ. അതൊരു എന്താ പറയുക, അത്രയും ഇമ്പോർട്ടൻസ് ആയൊരു സമയമാണ് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് എങ്ങനെ റീറ്റെയിലിംഗ് റിമെയിൻസ് ക്യാപിറ്റൽ, മൂലധനം ഇറക്കുന്നതും അതിലേക്ക് ക്യാഷ് ഇറക്കുന്നതും അതിന് ഇൻവെസ്റ്റ്മെന്റും അതിലെ പ്രോഫിറ്റ്, സെല് ചെയ്യുന്ന സാധനം, പ്രൊഡക്റ്റ്, ദെൻ സ്റ്റാഫ്, സെയിൽസ്മാൻ, അവർ തമ്മിൽ ഇന്ററാക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സമൂഹത്തിലേക്ക്. ഓക്കെ, റീറ്റെയിലിംഗ് റിമെയിൻസ് എ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആസ് ഇറ്റ് ഇൻവോൾവ് എ ലോട്ട് ഓഫ് ഇൻ ടേംസ് ഓഫ് മെർക്കൻഡൈസ്. അല്ലേ, നമുക്ക് അതിലേക്ക് എന്തും വേണം, തൊഴിലാളി എന്തായാലും അതിലേക്ക് വേണം. ബഡ്ജറ്റ് പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് മെഷർ, റിസോഴ്സ് അലോക്കേഷൻ, ഫർണിച്ചർ ബിസിനസ് ആൻഡ് എസ്റ്റിമേഷൻ അനലൈസ് പ്രസന്റ് ബിസിനസ്, അതൊക്കെ അതിലേക്കുള്ളത് കേട്ടോ. ബഡ്ജറ്റ് പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് മെഷർ, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ബിസിനസ് എസ്റ്റിമേഷൻ, അനലൈസിങ് പ്രസന്റ് ബിസിനസ്. ഓക്കെ, ബഡ്ജറ്റ് പ്ലാനിങ്ങും പെർഫോമൻസ് ബിസിനസ്സും റിസോഴ്സ് അലോക്കേഷൻ, ഫർണിച്ചർ ബിസിനസ് എസ്റ്റിമേഷൻ, ദെൻ പ്രോഫിറ്റ് സെന്റർ ആൻഡ് ബഡ്ജറ്റ് അനാലിസിസ് ഓഫ് പ്രസന്റ് ബിസിനസ്. ഇപ്പം അതിൽ ഓരോന്നും നമുക്ക് ഇതാക്കാം. ദെൻ കീ ഇഷ്യൂസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ബഡ്ജറ്റ് പ്ലാനിങ് എന്താണ് ബഡ്ജറ്റ് പ്ലാനിങ്? എന്താണ് ബഡ്ജറ്റ് പ്ലാനിങ്? നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് കോർ ഓഫ് റീറ്റെയിൽ പ്ലാനിങ് ഈസ് ഡിവൈഡഡ് ഇൻ 2 broad categories. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് 2 broad categories: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് imperative to understand that the success of any retailing business model carries the most critical aspects of financial planning. Thus it remains the critical for the promoters of retail company to begin their planning process with others. Okay, അപ്പോൾ അതിൽ പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് കോർ ഓഫ് റീറ്റെയിൽ പ്ലാനിങ്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെയും കൂടി കോറായിട്ട് വരും, റിലേറ്റഡ് ആയിട്ട് വരും. നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ട് വരും. ഇറ്റ് ഡിവൈഡഡ് ടു സബ് കാറ്റഗറീസ്. അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആൻഡ് ഇറ്റ്സ് imperative to understand that the success of any retailing business model carries a most critical aspect of financial planning. Okay, thus they remain critical for the promoters of retail company to begin their planning process. The following: detailed assessment of financial resource available, effective and family use of resources. Next പറയുന്നത് എന്താ? Thus they remain critical for the promoters of retail company to begin their planning process with following. അവരുടെ പ്ലാനിങ് പ്രോസസ് താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സിലെ ഇത് കവർ ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നാമത്, ഡീറ്റെയിൽഡ് അസസ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് അവൈലബിൾ. ഫിനാൻഷ്യൽ റിസോഴ്സ് അവൈലബിൾ ആവണ്ടേ, റിസോഴ്സ് വേണ്ടേ നമുക്ക്.
അതായത് വിഭവങ്ങൾ വേണം, എന്നാലേ എന്ത് നടക്കൂ, പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. എഫക്റ്റീവ് ആൻഡ് ടൈംലി യൂസ് ഓഫ് റിസോഴ്സസ്, റിസോഴ്സിനെ എന്ത് ചെയ്യണം, ആ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യണം, അത് എഫക്റ്റീവ് ആവും വേണം. അല്ലാതെ വെറുതെ കുറെ റിസോഴ്സസ് എടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ. In financial planning is carefully implemented, all the system and procedures are placed. It impossible generate surplus. Okay, generate surplus class follow retail operation. Retail business a profit center. Strategy based planning and performance measures. ഇതെല്ലാം എന്താണ് നമ്മുടെ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. While the most important factor the support retailing cost, control upon the cost of equally important. The success of any financial strategy, okay, and strategy based planning, any financial based strategy endana particularly in the retail sector, adayathu prathyekichum evide retail sectoril is confirmed by ability to inevitable assets of greatest extent by multiplying the same and then apportioning the cost over much larger network of stores. Okay, ഇത്രയും കാര്യങ്ങളാണ് അതിൽ. ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് എ ടേം യൂസ്ഡ് ബൈ അക്കൗണ്ട്, അല്ലേ? ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏത് റിലേറ്റഡ് ആയ വേർഡാണ്? അക്കൗണ്ട് റിലേറ്റഡ് ആയ വേർഡാണ്. And define detailed planning is prepared in advance of future activities and usually based on available historical data. It helps the retailer to predict as accurate the possible of future performance company and nervous performance. It also refers companies insight to these its efforts instead of spending and time matters or rather smaller part issues of present. Budgeting can thus define can approach. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷെ എന്താവാം, എക്സ്പെൻസീവ് ഉള്ളതാവാം, എക്സ്പെൻസീവ് കുറഞ്ഞ ലോ ബഡ്ജറ്റ് ഉണ്ടാവും, ബിഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവും. ആൻഡ് ബഡ്ജറ്റിംഗ് ആൻഡ് ദസ് ദ ഡിഫൈൻ ഓഫ് അപ്രോച്ച് വിച്ച് എക്സ്പീരിയൻസ് ഓഫ് ദി പാസ്റ്റ് ഇൻഫർമേഷൻ ഓഫ് ഹിസ്റ്ററി ബിസിനസ് എക്സ്പീരിയൻസ് ലെവൽ യൂസ്ഡ് ഇൻ ട്രൈ ആൻഡ് പ്രൊജക്ട് എസ്റ്റിമേറ്റ് ഇൻ ഫ്യൂച്ചർ ഫോർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രൊജക്റ്റ് ഉണ്ടാവും നമ്മൾ ഫ്യൂച്ചറിലേക്ക്. ഒരു കമ്പനീൻ്റെതാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഏത് മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് പ്ലാൻ ആണെങ്കിലും അതിനൊരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാവും, ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. നമ്മൾ എത്ര അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ചോയ്സ് ചെയ്യാം, എങ്ങനെ അതിൽ കസ്റ്റമേഴ്സിനുണ്ട്, അങ്ങനെ പല ഒരു പ്ലാനിങ് ബഡ്ജറ്റ്, ഇത് എത്രത്തോളം വിൽക്കാം, പ്രോഫിറ്റ് കിട്ടും, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ നെക്സ്റ്റ് കൂടുതൽ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇങ്ങനെ വേറൊരു പ്ലാൻ, അങ്ങനെ എന്താണ് ബഡ്ജറ്റ് ഉണ്ടോ, നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് ബഡ്ജറ്റിൽ ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം അതിൽ നിക്ഷേപിക്കണം, ആ ബിസിനസ് എങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാന്നൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടാവും. ബഡ്ജറ്റിംഗ് ഡസ് നോട്ട് അഫക്ട് ദ ഫിക്സഡ് കോസ്റ്റ്. ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുള്ള ഒരു കറക്റ്റ് വില തന്നെ, ഒരു കറക്റ്റ് കോസ്റ്റ് തന്നെ നിർബന്ധമൊന്നുമില്ല. അത് ഒരു ബഡ്ജറ്റ് മീൻസ് അത് അവനവൻ്റെ ഒരു നിലവാരത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റ് അവനവനുണ്ടാകും, അല്ലാതെ അതെന്തിനെ എഫക്റ്റഡ് അല്ല, മറ്റുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് അല്ല. Bottom line expense which are mandatory. It is a certain extent to certainly budgeting is done with these fixed cost and in mind. And budgeting can be helped to a greater extent in managing variable cost, thereby adding profitably. Okay. Then standardization and frequent minority and estimate the budget. Disk companies of estimate actual figures must be identified and particularly process should be followed. The would include activities like identifying the areas of variation, identify key factors affecting the variation. Okay, ഒന്നാമത്തത് identifying the areas of variation, identifying key factors affecting the variation. ഇത്രയും കാര്യങ്ങളാണ്. Okay. Next, strategy based planning. നമ്മൾ നേരത്തെ എഴുതി strategy based plan. It's very commonly understood that planning is done by future sustainability of any operation of model. Strategy is done of the holistic scale of cover all the broad as well as granular aspects of any business model. Okay, very commonly understood that planning is done by future sustainability in any operation of model. Strategy based planning. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി നമ്മുടെ ഒപ്പീനിയൻ്റെ ഒരു നമുക്ക് ലോസ് ഉണ്ടാവരുത്, നഷ്ടം ഉണ്ടാവാത്ത, പ്രോഫിറ്റ് ആയിരിക്കണം. എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ്. ബിസിനസ് എന്തിനാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്? പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാം എന്ന്
എന്ന് തന്നെ ചിന്തിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മുടെ മനസ്സിൽ വേണം. മീൻസ് ഒരു സ്ട്രക്ചർ. എന്താ പറയുന്നത്? സ്ട്രാറ്റജി ഈസ് ഡൺ ഓൺ എ ഹോളിസ്റ്റിക് സ്കെയിൽ ആൻഡ് കവേഴ്സ് ഓൾ ബ്രോഡ് ആസ് വെൽ ആസ് ഗ്രാജുവൽ ആസ്പെക്ട്സ് ഓഫ് എനി ബിസിനസ് മോഡൽ. അല്ലേ? ഏത് ബിസിനസ് മോഡൽ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അതിനൊക്കെ ഒരു സ്ട്രാറ്റജി വേണം. ഓക്കെ, definition of strategy we can say that is to achieve a scenario for a retail organization keeping consideration is current resources, external factors. അതായത് കറണ്ട് റിസോഴ്സസ് നമുക്ക് സമൂഹത്തിൽ അപ് ടു ഡേറ്റ് ട്രെൻഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി അതെങ്ങനെയൊക്കെ മാർക്കറ്റിൽ നമുക്ക് സെല് ചെയ്യാം, വിൽക്കാം, അതിൽ സെയിൽസ്മാന് അതായത് സ്റ്റാഫിനൊക്കെ നിയമിച്ച് അവർക്ക് സാലറി കൊടുത്ത് അതൊക്കെ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടും. അവരെ ഇത് കൊടുത്തിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി അവരെ സെല് ചെയ്യാൻ വിൽക്കുന്നു, അതിനുള്ള പ്രോഫിറ്റ്, പിന്നെ അത് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ്, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ച് ഇതിനെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം അപ് ടു ഡേറ്റ്സ്. അത് ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള റിസോഴ്സസ് ആണ് അധികം ആൾക്കാർ തിരഞ്ഞെടുക്കുക ഒരു ബിസിനസ് ആണെങ്കിൽ. Any organization, individual entering or retailing should be able to understand of dynamic beforehand and core issues that associated with the business like consumer focused planning, slow rate growth and correct market behavior. Okay, consumer focused planning, ഒന്നാമത്തെ consumer focused planning, slow rate of growth and current market behavior. എന്തൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ? The dynamic forehead of the core issues of the business. ബിസിനസ്സിലുള്ള കോർ ഇഷ്യൂസ് എന്താണ്? സ്ലോ റേറ്റ് ഓഫ് ഗ്രോത്ത്, അതായത് റേറ്റ് സ്ലോ ആയിട്ട് നിൽക്കുന്ന, ഗ്രോത്ത് ഇല്ലാത്തത്. കറന്റ് മാർക്കറ്റ് ബിഹേവിയർ, മാർക്കറ്റിലെ ബിഹേവിയറൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. ആറ്റിറ്റ്യൂഡ്, കസ്റ്റമേഴ്സ് ആറ്റിറ്റ്യൂഡ്, സെയിൽസ്മാൻസ് ആറ്റിറ്റ്യൂഡ്, എല്ലാം ബിഹേവിയറിൽ പെടുന്നതാണ്. Capital requirements in retailing, and we can list and address them out key factors affecting capital requirements in retailing. Next point നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് റീറ്റെയിലിംഗ് എന്ന പോയിന്റ്സ് ആണ്. അതിൽ നമുക്ക് എക്സാമിന് കറക്റ്റ് നമുക്ക് പോയിന്റ് വൈസ് എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇൻ റീറ്റെയിലിംഗ്. നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഹെഡിങ് കൊടുക്കുന്നത് നമ്മൾ ഈ പോയിന്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പോയിന്റ് ആക്കി എഴുതുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഇൻ റീറ്റെയിലിംഗ് ഹെഡിങ് അണ്ടർലൈൻ ചെയ്യാം. മിസ് പറഞ്ഞ പോലെ ഇത് പോയിന്റ് ബേസ് ആണ്. മിസ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിന്റും അത് നിങ്ങൾ താഴെ കറക്റ്റ് വൃത്തിയായിട്ട് എഴുതുക. ഒന്നാമത്തെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, രണ്ടാമത്തെ പോയിന്റ് സിവിൽ വേർഡ്സ്, ഇലക്ട്രിക്കൽ വർക്ക്സ് ആൻഡ് റാക്സ് ആൻഡ് ഷെൽഫ്സ് and furniture, external and internal furniture and interior and exterior, floor space, rent, deposit. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 9 പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വരുന്ന വിധം താഴെ എഴുതിയിട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നോട്ട് നമ്മൾ നോട്ട് വേറെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മിസ് പറയുന്ന പോലെ നോട്ട്സൊക്കെ ക്ലിയർ ആയിട്ട് വെക്കുക. ഓക്കെ.